ഗോപിയേട്ടാ, ഗോപിയേട്ടാ, ആരുമില്ലേ ഇവിടെ? ഗോപിയേട്ടാ, ഇത് നിൽക്കൂ. ഞാനാകെ തകർന്നു എന്റെ വിക്രമ. എന്തു ചെയ്യണമെന്നൊരു രൂപവുമില്ല. ഈ അവസരത്തിൽ അമ്മാവൻ ഇങ്ങനെ തുടങ്ങിയാലോ? എന്റെ കുഞ്ഞ് 1-2 ദിവസം കൊണ്ട് അസുഖം മാറുമോ? മോക്ക് സുഖമില്ലെന്നും പറഞ്ഞ് ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാലോ? എഴുന്നേറ്റ് എന്തെങ്കിലും കഴിക്കണം ചേട്ടാ. അവളുടെ അടുത്ത് ആരുണ്ട്? പൊന്നമ്മയുണ്ട്. നീ വല്ലതും കഴിച്ചോടാ. ഞാൻ പിന്നീട് കഴിച്ചോളാം. എന്താ നീയും കൂടെ ഗീതയുടെ അടുത്തോട്ട് ചെല്ല്. പിന്നെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അതുപോലെ അങ്ങ് ചെയ്താ മതി. അയ്യോ, എനിക്ക് പേടിയാ ചേട്ടാ. ആരെങ്കിലും കണ്ടുപിടിച്ചാലോ? ഓ, ആരും കണ്ടുപിടിക്കാനാ? ആരും കണ്ടുപിടിക്കത്തൊന്നുമില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞാല് ഈ രാമൻ നായർ ആരാ? അവരുടെ സ്വത്ത് മുഴുവൻ എന്റെ കയ്യിൽ വരും. പിന്നെ ഞാൻ രാജാവാ. നീയോ? ഞാൻ റാണി. കള്ളി. അപ്പൊ ഞാൻ പോട്ടെ. ആ ചേട്ടാ, ആ 100 രൂപയും കൊടുത്തേച്ചേക്കണേ. അല്ലെങ്കിൽ ഞാൻ നേരെ ചേട്ടന്റെ വീട്ടിലോട്ട് വരും. ചേട്ടന്റെ ഭാര്യയോട് വാങ്ങിച്ചോളാം. അയ്യോ, അല്ല തങ്കമണി ചതിക്കല്ലേടി. ഞാൻ കൊടുത്ത് അയക്കാവടി. ആ ഓർത്തോണടി. ഗീതേ, മോളെ, മോളെ ഗീതേ. ഗീതേ, ചേട്ടാ, ഡോക്ടർ എന്ത് പറഞ്ഞു? സമയമെടുക്കുമെന്നാണ് പറയുന്നത്. എത്ര നാളെന്നും പറഞ്ഞാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്? അവളുടെ മനസ്സിന് കടുത്തൊരാഘാതമേറ്റിരിക്കുകയാണ്. നമുക്ക് വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചുകൂടെ? എത്ര പേരെ കാണിച്ചു. വെളിയിൽ വേറെ നല്ല ഡോക്ടർമാരില്ലേ? അവരൊക്കെ തന്നെയല്ലേ ഇവിടെ വന്ന് ചികിത്സിക്കുന്നത്. എല്ലാവരും പറയുന്നത് ഭേദമാകുമെന്നാണ്. നമ്മളാൽ കഴിയുന്നതെല്ലാം ചെയ്തു നോക്കി. ഇനിയെല്ലാം ദൈവാധീനം. ഇത് എനിക്ക് ചോര വേണം.
എടാ വീട്ടിലേ എന്തോ ഞാൻ വീട്ടിലായെന്നാ തോന്നുന്നത്. മത്തായി ചേട്ടാ, ചൂടുവെള്ളത്തിൽ മുഖം കഴുകിയിട്ടാണോ ഈ പൗഡർ ഇട്ടത്? ചൂടുവെള്ളത്തിൽ കഴുകില്ല, ഞാൻ പച്ചവെള്ളത്തിലേ കഴുകുള്ളൂ. അതുപോരാ. ഇതാ എഴുതിയിരിക്കുന്നുണ്ടല്ലേ, വാഷ് ബോയിൽഡ് ഫേസ് വിത്ത് വാട്ടർ. ചൂടുവെള്ളത്തിൽ മുഖം കഴുകുക എന്നിട്ടേ ഇടാവും. ഇംഗ്ലീഷ് വിദ്യാഭ്യാസമല്ല, ഇതൊന്നും വായിച്ച് മുഖത്തിടരുത് കേട്ടോ. ഞാൻ പോയി ചൂടുവെള്ളം എടുത്തോണ്ട് വരാം. അയ്യോ, ഓ വെന്ത് പൊള്ളുന്നടാ. കളഞ്ഞല്ലോ, ചൂടുവെള്ളത്തിന്റെ എഫക്റ്റ് കളഞ്ഞല്ലോ. എടാ ചൂട് സഹിക്കുന്നില്ലടാ നായേ. എന്നാലൊരു പണിയുണ്ട്. ആഹാ, കഞ്ചാവ് വീട് കരുതിയിട്ടുണ്ടോ? എടാ ഇതുപോലുള്ള സമയത്ത് ഇതുപോലുള്ളവന്റെ സഹായം വേണം. ഇനി ഒരു കാര്യം ചെയ്യും. ഇതാ എന്റെ മുഖത്തെ എങ്ങനെ വേണമെങ്കിലും പെരുമാറിക്കൂ. എന്താ മത്തായി നീ അരിവാവ് പോയിട്ട് മുഖത്ത് തേച്ചിരിക്കുന്നത്? ഞാൻ മത്തായി ചേട്ടന് പൗഡർ ഇടുകയായിരുന്നു. പൗഡർ കുമ്മായം പോലാണോ ഇരിക്കുന്നത്? എന്തോ എനിക്കറിഞ്ഞൂടാ, ഞാൻ ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടാ പൗഡർ ഇട്ടത്. പിന്നെന്താ അങ്ങനെ വരാൻ? നീ നോക്കിച്ചു നോക്ക്. എന്താ പറയാ, നീ കൊണ്ടുവന്ന പൗഡർ ഒരുമാതിരി കുമ്മായം പോലെ അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്നലെ ഞാൻ തന്നതേ പൗഡറല്ല, പല്ല് തേക്കുന്ന പൽപ്പൊടിയാ. മാറിപ്പോയി പൗഡർ. അപ്പൊ ഇനി നിന്റെ സാധനങ്ങൾ വാങ്ങിക്കുന്നത് സൂക്ഷിച്ച് വേണമല്ലോ, മാറിപ്പോവല്ലോ. എപ്പോഴും മാറത്തില്ല, വല്ലപ്പോഴും വെറുതെ അങ്ങ് മാറിപ്പോവും. മത്തായി ഇരിക്കുന്നത് കണ്ടോ, കടുവാകളിക്കാരനെ പോലെ. മത്തായിച്ച അങ്ങ് ക്ഷമിച്ചേ മത്തായിച്ച, ക്ഷമിച്ചേ മത്തായിച്ച. നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്ക് വിഷമമുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ. ഒരു കല്യാണം കഴിച്ചാൽ, സ്നേഹമുള്ള ഭർത്താവിന്റെ പരിചരണം കിട്ടിയാൽ അവളുടെ രോഗം ഭേദമാവും. നിനക്ക് അവളെ ഇഷ്ടവുമാണല്ലോ. പണ്ട് ഞാൻ അമ്മാവനോട് ഇതേപ്പറ്റി പറഞ്ഞിട്ടില്ലേ? അന്ന് ഞാൻ കള്ളുകുടിയനായിരുന്നു, തെമ്മാടിയായിരുന്നു. പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്, നീ എന്റെ മോളെ രക്ഷിക്കണം. നിനക്കാവശ്യം പണമാണല്ലോ. എന്റെ സ്വത്ത് മുഴുവൻ നിനക്ക് തരാം. നീ അത് ചെലവാക്കിയോ, നശിപ്പിച്ചോ, കളഞ്ഞു, പക്ഷേ നീ എന്റെ മോളെ രക്ഷിക്കണം. എന്ന് വെച്ചാൽ ഒരു ഭ്രാന്തിയെ ഞാൻ കല്യാണം കഴിക്കണം അല്ലേ? വിക്രമ, അവളുടെ രോഗം മാറും. ഒരു ഭർത്താവിന്റെ സ്നേഹം കൊണ്ട് മാത്രമേ അത് മാറൂ. ആ ഭാരം ചുമക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ശരി, നിന്റെ അമ്മയ്ക്ക് എന്നേക്കാൾ ബുദ്ധിയുണ്ട്. ഈ കാര്യം നിന്നോട് പറയാൻ അവളെ കൊണ്ടാവില്ലെന്ന് പറഞ്ഞു. നിന്നോട് പറയാമെന്ന ഞാനാണ് മണ്ടൻ.